എക്സിറ്റ് പോളുകളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. 1000 സാമ്പിൾ എടുത്തിട്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ അഭിപ്രായം ഇതാണ് എന്ന് പറയുന്ന നടപടിയോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ഇപ്പോഴല്ല, എല്ലാ കാലത്തും എന്റെ നിലപാട് അതുതന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് വലിയ സാധ്യത ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്നിപ്പോഴും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞ 295 എത്തും എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഈ എക്സിറ്റ് പോളുകളിൽ വിശ്വാസം അർപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നരേന്ദ്രമോദിക്കെതിരായ വികാരം ഇന്ത്യയിൽ ശക്തമാണ്. അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ എല്ലാ ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും ഏകദേശം ഒരേ നമ്പറാണ് പറയുന്നത്. ഇതുവരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി പ്രവചിച്ച ആളുകളുടെ എല്ലാം കണക്ക് ഏകദേശം സെയിം. നമ്മളെ പ്രവചനങ്ങളിലും ഒന്നും വിശ്വസിക്കേണ്ട കാര്യം, നാളെ കഴിഞ്ഞ് 4-ാം തീയതി എന്തായാലും റിസൾട്ട് വരാൻ പോകുന്നത് കാര്യമാണ്. എക്സിറ്റ് പോളുകൾ ഒരിക്കലും യാഥാർത്ഥ്യം വെളിച്ചത്ത് കൊണ്ടുവരുന്നില്ല. ചില ട്രെൻഡുകൾ അവർക്ക് പറയാൻ കഴിയും എന്നുള്ളതിനപ്പുറത്തേക്കൊന്നും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഇന്ത്യ മുന്നണി ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ്. നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് ഉള്ളത്. കേരളത്തിൽ യാതൊരു സംശയവുമില്ല, വൻപിച്ച മുന്നേറ്റം UDF നടത്തും. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. 20-ൽ 20 സീറ്റും കിട്ടുന്ന രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിൽ നിന്നുള്ളത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അത് ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല എന്നുള്ളത് സത്യമാണ്. അതിനിയും 4-ാം തീയതി നമുക്ക് ബോധ്യപ്പെടാൻ പോകുന്ന കാര്യമാണ്.